കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ എന്തു കൊടുക്കും? രക്ഷയുടെ കാസ എടുത്തുകൊണ്ട് കർത്താവിൻ്റെ നാമം ഞാൻ പാടി സ്തുതിക്കും. സങ്കീർത്തകന്റെ ഈ കൃതജ്ഞതാ മനോഭാവത്തെ ജീവിതവ്രതമായി സ്വീകരിച്ചുകൊണ്ട് അരുവിത്തുറ ഇടവകയുടെ ആത്മീയ വഴികളിൽ സ്നേഹത്തിന്റെ തിരുനാളം തെളിച്ച വൈദിക ശ്രേഷ്ഠനാണ് ബഹുമാനപ്പെട്ട ലിബിൻ പാലക്കത്തടത്തിലച്ചൻ. മാനന്തവാടി നോർബർട്ടൈൻ സന്യാസ സഭാംഗമായ ഫാദർ ലിബിൻ താമരശ്ശേരി രൂപതയിലെ പുഷ്പഗിരി ലിറ്റിൽ ഫ്ലവർ ഇടവക അംഗമാണ്. കൂമ്പാറ എന്ന ഗ്രാമത്തിൽ നിന്നും പൗരോഹിത്യത്തിന്റെ വിശുദ്ധ വഴിയിലേക്ക് അദ്ദേഹം നടന്നെടുക്കുമ്പോൾ ദൈവം അദ്ദേഹത്തിനായി കരുതി വച്ചത് സഹനത്തിന്റെ മറ്റൊരു അഗ്നിപരീക്ഷയായിരുന്നു. അർബുദം എന്ന മഹാവ്യാധിയോട് പൊരുതുമ്പോഴും ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ അചഞ്ചലമായ വിശ്വാസത്തോടെ അദ്ദേഹം നിലകൊണ്ടു. കർത്താവെ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് എന്ന തിരുവചനം ഹൃദയത്തിൽ കുറിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും അദ്ദേഹം ജീവിതത്തെ അത്ഭുതകരമായി തിരിച്ചുപിടിച്ചു. ദിവ്യകാരുണ്യ ഈശോയുടെ കരുണാർദ്ര സ്നേഹം നെഞ്ചിലേറ്റി 2025 മെയ് മാസം അവസാനമാണ് ബഹുമാനപ്പെട്ട ലിബിൻ അച്ഛൻ അരുവിത്തുറയുടെ മണ്ണിലേക്ക് കടന്നു വന്നത്. തന്റെ വൈദിക ശുശ്രൂഷയിലെ അനുഭവ സമ്പത്തും സ്നേഹവായ്പും കൊണ്ട് അമ്മമാർക്കും മുതിർന്നവർക്കും യുവജനങ്ങൾക്കും കുഞ്ഞുമക്കൾക്കും ഒരുപോലെ സമീപിക്കാവുന്ന സ്നേഹനിധിയായ ഒരു ആത്മീയ പിതാവായി അച്ഛൻ മാറി. SMYM, മാതൃവേദി, ലീജിയൻ ഓഫ് മേരി തുടങ്ങിയ സംഘടനകളുടെ ഡയറക്ടർ എന്ന നിലയിലുള്ള അച്ഛന്റെ സേവനം ഇടവകയ്ക്ക് നവീനമായ ഉണർവേകി. സഹനത്തിന്റെ തീച്ചൂളയിൽ വെന്തുരുകുമ്പോഴും ആ വേദനകളെ സർഗാത്മകതയുടെ പൊൻതൂവലുകളാക്കി മാറ്റുവാൻ അച്ഛന് സാധിച്ചു. 15ഓളം ഭക്തിഗാനങ്ങളിലൂടെ ബലിയുടെയും കൃപയുടെയും പരിശുദ്ധ അമ്മയുടെയും മഹത്വം പ്രകീർത്തിക്കുന്ന വരികൾ അച്ഛന്റെ തൂലികയിൽ നിന്നും ഒഴുകിയെത്തി. നോവിന്റെ അനുഭവങ്ങളിൽ നിന്നും ലഭിച്ച ഉൾക്കാഴ്ചകൾ സംഗീത സാന്ദ്രമായപ്പോൾ അത് അനേകർക്ക് ആശ്വാസമായി മാറി. ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി അച്ഛൻ പുതിയൊരു കർമ്മമണ്ഡലത്തിലേക്ക് യാത്രയാവുകയാണ്. അരുവിത്തുറയുടെ മണ്ണിൽ അച്ഛൻ പാകിയ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും വിത്തുകൾ എന്നും 100 മേനി വിളവ് നൽകുമെന്നതിൽ സംശയമില്ല. രോഗപീഠകളെ അതിജീവിച്ച ആത്മധൈര്യവും ദിവ്യകാരുണ്യത്തിൽ വേരൂന്നിയ വിശ്വാസവും അങ്ങയുടെ തുടർയാത്രയിലും വഴികാട്ടിയാവട്ടെ. ജീവിതം സാക്ഷിയാക്കി, സംഗീതം പ്രാർത്ഥനയാക്കി അങ്ങ് നടത്തുന്ന ഈ ജൈത്രയാത്രയ്ക്ക് അരുവിത്തുറ ഇടവകയുടെ ഹൃദയം നിറഞ്ഞ യാത്രാമംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു.